ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മസാലയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതൊരു പച്ച മസാലയാണ്. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഒരിക്കലും എനിക്ക് ഇത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഈ മസാല വെച്ച് വീട്ടിലുണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ചിക്കൻ മേടിക്കലില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറാണ്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഒരു 5 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കനെ 4 കഷ്ണാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ചിക്കൻ്റെ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 250 സുർക്കയുടെ കുപ്പി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, സുർക്ക കംപ്ലീറ്റ് ആയിട്ട് വിനെഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമ്മൾ സുർക്ക ഇതിലിട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ചോരൊക്കെ വെലിഞ്ഞ് ചിക്കൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 10-15 പച്ചമുളകും കൂടി ചീന്തിയിടുന്നുണ്ട്. അപ്പോൾ ഈ എരിവൊക്കെ ഈ ചിക്കനിലേക്ക് നല്ലോണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ വെക്കണം. നമ്മൾ മസാല തേക്കുന്നതിൻ്റെ മുന്നേ ഒരു 3 മണിക്കൂർ എന്തായാലും ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് ആ ഒരു നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടുള്ളൂ ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ. ഇതിപ്പം എൻ്റെ അനിയന് ഗൾഫിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഓന് വീട്ടിൽ വന്ന് ഇത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും ചിക്കൻ മേടിക്കാറില്ല, ഇങ്ങനെ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും, കാരണം നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് അനിയനാണ് കേട്ടോ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറുതായി സഹായിക്കുന്നേ ഉള്ളൂ. അവൻ അടിപൊളി കുക്കാണ്, എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റുമാണ്. ഇനി നമ്മൾ കാര്യമായിട്ട് മസാലയ്ക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. 2 സവാള, പിന്നെ 2 തക്കാളി, ഇത്രത്തോളം മല്ലിയിലയും പുതിനയിലയും കൂടെ ഏകദേശം ഇത്ര ക്വാണ്ടിറ്റി. മല്ലിയില കുറച്ച് കൂടുന്ന കേട്ടോ നല്ലത്. പിന്നെ കരിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഞാനിപ്പോൾ കാന്താരി മുളകാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 നാരങ്ങയുടെ നീര്. നമ്മൾ എത്ര തന്നെ മുളക് ആഡ് ചെയ്താലും ചുട്ട് വരുമ്പോൾ അത്ര ഒരു എരിവ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് അധികം തന്നെ മുളക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കാന്താരി മുളകാകുമ്പോൾ കുറച്ച് അധികം എരിവ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി മിക്സിയിൽ ജാറിൽ 2-3 ട്രിപ്പായിട്ട് അടിച്ചാലും മതി. ഇനി കുറച്ച് മറ്റേ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഉപ്പൊക്കെ ഒന്ന് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുരുമുളക് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ആ കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള മസാല. ഇനി ഇതിലേക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ചിക്കനിലേക്ക് തേച്ച് വെക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ചൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കന് നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതേന്, നമ്മളത് മറന്നു പോയതാണ്. പിന്നെ അപ്പം ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഇറങ്ങുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വരഞ്ഞ് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇപ്പം വരഞ്ഞു കൊടുക്കുകയാണ്, മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വരഞ്ഞിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, ചിക്കൻ വെള്ളത്തിലേക്കൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതേ എല്ലാ ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല പുരട്ടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതേ മസാല ആദ്യം നമ്മൾ മസാല ചിക്കന് ഇട്ട് വെക്കാനുള്ള പാത്രത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് മസാല ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഊറുമ്പം ആ മസാല ഒന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അവൻ കുറച്ച് പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല, അവൻ്റെ സ്റ്റൈലാണ്. നേരത്തെ സുർക്കയിലുണ്ടായിരുന്ന പച്ചമുളകാണ് അവൻ ഇട്ടത്. ഇനി ചിക്കനിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല എരിവുണ്ടാവും, അപ്പം കൈ നീറാൻ സാധ്യത ഉണ്ട്. അപ്പം നിങ്ങളൊരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ ഒക്കെ കയ്യിൽ തേച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല എരിവാവും കേട്ടോ. ഇവന് തന്നെ അവനത് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഓനെ ബുദ്ധിമുട്ടും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടായിരുന്നു. ഓനത്ര പ്രശ്നം പറയൂല. ഇത് കണ്ണ് തന്നെ എരിഞ്ഞിട്ട് ഇത് മസാല തേക്കുമ്പോൾ അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേനു. അപ്പോൾ കൈ നന്നായിട്ട് നീറും. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ കവർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ എന്തായാലും ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ഇവരുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പം കൈ ഉപയോഗിച്ച് ചെയ്യാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പം മസാല ഒക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ മുഴുവനും ചെയ്യണം. മുഴുവനും നന്നായിട്ട് മസാല പുരട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ നല്ല ജ്യൂസി ആയിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ എന്തായാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല, ഇത്ര ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിനെ മേലെ ഇത് വീണ്ടും പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. സുർക്കയിൽ കിടന്നതിന് തന്നെ പച്ചമുളകാണ്. ഇനി മസാല കംപ്ലീറ്റ് ആയിട്ട് പുരട്ടുകയാണ്. ഇപ്പം ഇതേ മസാല ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ്റെ കൈയൊന്ന് നോക്ക്, ഇതിപ്പോൾ കളറും ആയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് എരിഞ്ഞ് ചുട്ട് പഴുത്ത് കിടക്കുകയാണ് നല്ലോണം. അപ്പം എന്തായാലും നിങ്ങൾ ഗ്ലൗസ് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എരിഞ്ഞിട്ട് എന്തായാലും ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നൂല നമ്മളൊക്കെ ആണെങ്കിൽ. അപ്പം ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്തിട്ട് ചുട്ടാൽ മതി. അപ്പം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടോ കരി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചർക്കോൾ വാങ്ങാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചിരട്ടയുടെ കരി ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ചിരട്ട ചുട്ടിട്ട് നല്ലോണം കത്തിച്ചിട്ട് ഒന്ന് നല്ലോണം പഴുത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. വെള്ളം കുടഞ്ഞിട്ടില്ലെങ്കിൽ അത് അരിയായി പോകും കേട്ടോ, ഒറ്റ ചാരായി പോവും. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഴുത്ത് കഴിഞ്ഞിട്ടാണ് അതിന് മേലെ കുറച്ച് വെള്ളം കുടഞ്ഞ് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര കരി വേണോ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കരിയാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുടാനുള്ളത് നോക്കാം. നമ്മൾ ഗ്രില്ലിൻ്റെ കമ്പിയിലേക്ക് നമ്മളിത് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ, ചുടുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഒന്ന് നമുക്ക് പാനിൽ തന്നെ ഇതുപോലെ ഏകദേശം ഇതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്, വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കണലൊക്കെ റെഡിയാക്കി വെച്ചതിന് മേലോട്ട് ഈ ചിക്കന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ഓയിലൊക്കെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടക്ക്. ഇത് നമ്മൾ കാറ്റടിച്ച് തരുമ്പോൾ കുറച്ച് വീശി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പെട്ടെന്ന് തീയൊക്കെ വന്ന് പെട്ടെന്ന് ഒന്ന് ഇതായി വരും, വെന്ത് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഫാന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ചിക്കൻ ഇവിടെ കിടന്ന് നല്ലോണം വന്നോട്ടെ. ഇടയ്ക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അനിയനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓനാണ് ഇതിൻ്റെ ഫുൾ കോഴി നമ്മൾ വീട്ടിൽ ചുടാന്ന് വെച്ചിട്ടാണെങ്കിൽ കംപ്ലീറ്റ് മസാല തേക്കുന്നത് കംപ്ലീറ്റ് ഓൺ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് കഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഒരു ഫോർക്കോണ്ടൊക്കെ ഒന്ന് ഇതാക്കി നോക്കുക, അല്ലെങ്കിൽ കത്തിയോണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കണലിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ മസാല നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മസാല വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.